Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ മോജ് ആപ്പിൻ്റെ റിവ്യൂ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ആ ആപ്ലിക്കേഷൻ കൊള്ളാവോ, മറ്റുള്ള ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷനകത്ത് കൊള്ളാവോ, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഇന്ന് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. മോജ് ആപ്പിനെ പറ്റി, എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മോജ് ആപ്പിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും ഞാൻ 3 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയ്ക്ക് 1.9K വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ സെക്കൻഡ് വീഡിയോയ്ക്കകത്ത് 376 വ്യൂസ്, തേർഡ് വീഡിയോക്കകത്ത് 470 വ്യൂസ് ഉണ്ട്. അപ്പോൾ വ്യൂസിൻ്റെ കാര്യത്തിൽ ഒരു നല്ല ആപ്പാണ്. അപ്പോൾ ചിലവരാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ തന്നെ 8K വ്യൂസ് ഒക്കെ വരാറുണ്ട്. ചിലവരുടെ ഫസ്റ്റ് വീഡിയോക്കകത്ത് 2-3 വ്യൂസേ കിട്ടാറുള്ളൂ. അപ്പോൾ അതൊക്കെ ലക്ക് ബേസാണ്. അപ്പോൾ എനിക്ക് 1.9K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ഫസ്റ്റ് വീഡിയോസിനകത്തൊക്കെ 300-400 വ്യൂസൊക്കെ വരാറുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചായിരുന്നു, അവരുടെ ഫസ്റ്റ് വീഡിയോക്കകത്ത് 300-400 വ്യൂസൊക്കെ വന്നായിരുന്നു. അപ്പോൾ മിനിമം 300 വ്യൂസൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോക്കകത്ത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1 വ്യൂസോ 2 വ്യൂസോ കിട്ടത്തുള്ളൂ. അത് എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും ഞാൻ എൻ്റെ ടിക്ടോക്കിൻ്റെ തന്നെ ഒരു ന്യൂസ് വീഡിയോ ആയിരുന്നു ഫസ്റ്റ് വീഡിയോക്കകത്ത് ഇട്ടത്. പിന്നെ സെക്കൻഡ് വീഡിയോക്കകത്ത് ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ ഫാസ്റ്റ് ആക്കാം. പിന്നെ തേർഡ് വീഡിയോക്കകത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ആനിമേഷൻ. പിന്നെ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് 24 ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഈ 3 വീഡിയോസിനകത്ത്. ഇപ്പോൾ യൂട്യൂബിനകത്ത് തന്നെ ഞാൻ 100 വീഡിയോസോളം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് 300 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കാണാം 24 ഫോളോവേഴ്സ്, 78 ലൈക്സും ഉണ്ട്. അപ്പോൾ ടിക്ടോക്ക് പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ടിക്ടോക്കിനകത്ത് നിങ്ങൾക്ക് ഇതുപോലൊന്നും വ്യൂസ് കിട്ടത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ടിക്ടോക്കിൽ നിങ്ങൾ കൂടിയപ്പോൾ 20 വ്യൂസ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഫസ്റ്റ് വീഡിയോക്കകത്തൊക്കെ. അപ്പോൾ നിങ്ങൾക്കാണ് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ആപ്പിനകത്ത്. പിന്നെ നോട്ടിഫിക്കേഷന് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും പല വീഡിയോസ് ഉണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട് ഈ ഫസ്റ്റ് വീഡിയോ, അപ്പോൾ പലരും പറയാറുണ്ട് ഫോർ യു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫോർ യുക്കകത്ത് നിങ്ങൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒന്നും വരത്തില്ല. ഫോർ യുക്കകത്ത് അവരുടെ തന്നെ അൽഗോരിതം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, നിങ്ങൾക്ക് വേണ്ടാത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമായിരിക്കും. പക്ഷേ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഫോളോയിങ്ങിനകത്ത് നിങ്ങൾക്ക് നല്ല വീഡിയോസ് കിട്ടും. അപ്പോൾ മോജിൻ്റെ അൽഗോരിതം യൂട്യൂബിൻ്റെ അൽഗോരിതം വേറെയാണ്. നിങ്ങൾ നോക്കണം, യൂട്യൂബിൻ്റെ അൽഗോരിതത്താണ് നിങ്ങൾക്കറിയായിരിക്കും. അതിനകത്ത് നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരാളുടെ വീഡിയോ ആണെങ്കിൽ അവരുടെ തന്നെ വീഡിയോസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. പക്ഷേ മോജിനകത്തോ ഏതെങ്കിലും ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനകത്ത് അതല്ല. അപ്പോൾ ഫോർ യു എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫോളോയിങ് കാണാം. അത് തന്നെയായിരിക്കും ഭേദം. ഫോർ യുക്കകത്ത് വേണ്ടാത്ത കുറേ വീഡിയോസൊക്കെ വരും, ഇങ്ങനെയൊക്കെ കുറേ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മോജിനകത്ത് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ മറ്റുള്ള ആൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷൻസിൻ്റെ ആ ഫീലൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ്. അപ്പോൾ ഇതേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ ഓവറോൾ മോജ് ആപ്ലിക്കേഷൻ ഒരു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2-3 കൊല്ലമൊക്കെ നിങ്ങൾ ഒരു ക്രിയേറ്റർ സൈഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷനകത്ത് കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. ജോഷ്, മോജ് ഇതുപോലത്തെ പല ആപ്ലിക്കേഷനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷനകത്ത് ഒരു ആപ്പേ ഉള്ളായിരുന്നെങ്കിൽ ഞാൻ മോജ് റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ ജോഷും ടക്കാട്ടൊക്കെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മോജിനെ റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ 6-7 ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷനകത്ത്. അതുകൊണ്ട് ഞാൻ മോജൊന്നും അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ആയിരിക്കും നല്ല ഓപ്ഷന്. പക്ഷേ നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടും, ഫോളോവേഴ്സ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫെയിം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് അതിലൊന്നും അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫെയിം അനുസരിച്ചായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുള്ളതായിരുന്നു എനിക്ക് പറയാൻ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ക്രിയേറ്റർ സൈഡിൽ നോക്കുവാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഡെയിലി ഒരു ആക്റ്റീവ് യൂസറോ നിങ്ങൾക്കൊരു ഡെയിലി ചുമ്മാ ടൈം പാസിങ്ങിന് നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ആപ്പാണ്. നിങ്ങൾക്ക് വ്യൂസും കിട്ടും. നിങ്ങൾക്ക് മിനിമം 100 വ്യൂസൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ട് ഈ ആപ്ലിക്കേഷനകത്ത്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്കും ഫേമസ് ഒക്കെ ആവാൻ പറ്റും. ഓവറോൾ ഇത് ടിക്ടോക്ക് പോലെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ സെയിം കോപ്പി തന്നെയാണ് ഈ ആപ്ലിക്കേഷനകത്ത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ജോഷാണോ കൂടുതൽ ഫേമസ് ആണ്, മോജാണോ, ഏതൊക്കെ ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷൻസാണ് ഫേമസ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ എനിക്ക് പറയാം, നിങ്ങൾ മാക്സിമം ഈ ആപ്ലിക്കേഷൻസ് ഫെയിം ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ പോയിട്ട് നിങ്ങളുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഈ ആപ്ലിക്കേഷൻസ് നല്ല തന്നെയാണ്, ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതേയുള്ള ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.